മുൻ വോളിബോൾ താരവും പ്രമുഖ വോളിബോൾ കോച്ചുമായ വരന്തരപ്പിള്ളി തെക്കൂടൻ വീട്ടിൽ ജോഫി ജോർജ് അന്തരിച്ചു. 53 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ജോഫിയെ വെണ്ടൂരിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണം. വിടവാങ്ങിയത് നിരവധി പേരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ മാന്ത്രികൻ, വോളിബോൾ പരിശീലകൻ ജോഫി ജോർജിന് ശിഷ്യരുടെ അന്ത്യാഞ്ജലി. ജില്ലാ സ്കൂൾ വോളിബോൾ ടീം പരിശീലകനായ വരന്തരപ്പിള്ളി ചിറയത്ത് തേക്കൂടൻ ജോഫി ജോർജ് കായിക ലോകത്തിന് നികത്താനാവാത്ത മറ്റൊരു നഷ്ടം കൂടിയായി. 15 വർഷം പിന്നിട്ട വരന്തരപ്പിള്ളി റെഡ്ലാൻഡ്സ് അക്കാദമി സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ പിന്നിൽ ചീഫ് കോച്ചായ ജോഫി ജോർജിന്റെ പരിശ്രമം അവിസ്മരണീയമാണ്. റെഡ്ലാൻഡ്സ് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വോളിബോൾ എന്ന റെഡ്ലാൻഡ്സ് അക്കാദമിയിലെ ജിബിൻ ജോബ് എന്ന ഇന്റർനാഷണൽ താരം ഉൾപ്പെടെ 6 പേർ ദേശീയ ടീമിന്റെ പരിശീലന ക്യാമ്പിലുണ്ട്. ജോഫി ജോർജിനൊപ്പം ഭാര്യ മേഴ്സി ആന്റണി അക്കാദമിയുടെ സഹപരിശീലകയാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന്റെ താരമായി കളി തുടങ്ങിയ ജോഫി പിന്നീട് നിരവധി തവണ ജില്ലാ ടീം അംഗവും ക്യാപ്റ്റനുമായിരുന്നു. സംസ്ഥാന സ്കൂൾ വോളിബോൾ കിരീടം നേടിയ തൃശൂർ ജില്ലാ ടീം പരിശീലകനായിരുന്നു നിലവിൽ ജോഫി. വൃക്കരോഗബാധിതനായിരുന്ന ജോഫി കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആമ്പല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ആശുപത്രിയിൽ വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. നേരത്തെ ജില്ലാ ടീം അംഗമായിരുന്ന ജോഫി തൃശൂർ റെഡ്ലാൻഡ്സ് വോളി അക്കാദമി പരിശീലകൻ, ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി അംഗം, സംസ്ഥാന വോളി ടെക്നിക്കൽ കമ്മിറ്റി അംഗം തുടങ്ങി വോളിബോൾ രംഗത്ത് സജീവമായിരുന്നു. ഇന്ത്യയുടെ മാസ്റ്റേഴ്സ് ടീം അംഗവും പരിശീലകനുമായിരുന്ന ജോഫി പരിശീലിപ്പിച്ച ടീം ദുബായിൽ നടന്ന ലോക മാസ്റ്റേഴ്സ് ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായിരുന്നു. 67ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ അണ്ടർ 19 വിഭാഗത്തിൽ തൃശൂരിനെ കിരീടമണിയിച്ച ജോഫി കണ്ണൂരിൽ നടന്ന ടൂർണമെന്റിൽ സജീവമായിരുന്നു. 24-ന് തുടങ്ങിയ ടൂർണമെന്റിന്റെ ഫൈനലിൽ തിരുവനന്തപുരത്തെ പരാജയപ്പെടുത്തിയാണ് തൃശൂർ തോൽവിയറിയാതെ ചാമ്പ്യന്മാരായത്. കിരീടം ഏറ്റുവാങ്ങിയ ജോഫിയും ടീമും രാത്രിയോടെയാണ് തൃശൂരിലേക്ക് മടങ്ങിയത്. ഭാര്യ മേഴ്സി ആന്റണി മുൻ ഇന്ത്യൻ വോളി അന്തർദേശീയ താരവും കേരള സ്റ്റേറ്റ് വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി അംഗവുമാണ്. TCV ന്യൂസ്.